ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് മഹായുതി ടോക്സ് കണ്ടിന്യൂ, ഷിൻഡെ ടു ബാക്ക് BJP ചോയ്സ് എന്ന് പറയുന്ന ന്യൂസ് ആണ്. അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇപ്പൊ മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നിട്ട് മോർ ദാൻ 1 week ആയി. സ്റ്റിൽ മഹായുതി ഈസ് നോട്ട് ഏബിൾ ടു സെലക്ട് എ CM ഫേസ്. അത് ദേവേന്ദ്ര ഫഡ്നാവിസ് ആണെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു സർപ്രൈസ് ചോയ്സ് വന്നേക്കാം, ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഓൾ കാസ്റ്റ് ഇക്വേഷൻസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. അപ്പോൾ ഏകനാഥ് ഷിൻഡെ ആയിരിക്കില്ലെന്ന് ഷുവർ ആണ്. അപ്പൊ അതാണ് ആ ന്യൂസ്. പിന്നെ അവിടെ തന്നെ വേറെ ന്യൂസ് ഉണ്ട്. നോർത്ത് ഇന്ത്യൻ പുതുച്ചേരി ബിയർ ദ ബ്രണ്ട് ഓഫ് ഫെങ്കൽ എന്ന് പറഞ്ഞ സൈക്ലോൺ ചെന്നൈയിൽ വലിയ നാശം വിതച്ചു. അതുപോലെ ആന്ധ്രയിലൊക്കെയും വലിയ മഴയ്ക്ക് ഇത് കാരണമായി. കേരളത്തിൽ ഇതൊരിക്കലും എന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായാലും അതും അറിഞ്ഞിരിക്കുക. ഫെങ്കൽ എന്നാണ് ആ സൈക്ലോണിന്റെ പേര്. പിന്നെ അവിടെ തന്നെ PM ഫ്ലാഗ്സ് ഫ്രോഡ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറ്റ് പോലീസ് മീറ്റ് DGP-മാരുടെ ഒരു ഓൾ ഇന്ത്യ കോൺഫറൻസ് ഇപ്പൊ നടന്നു. എവിടെയാണ് നടന്നിരിക്കുന്നത്? ഭുവനേശ്വറിൽ. IB ആണ് നടത്തിയത്. IB ഇന്റലിജൻസ് ബ്യൂറോ. ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസീസ് രണ്ടെണ്ണമാണ്. ഒന്ന് എക്സ്റ്റേണൽ ഇന്റലിജൻസ് കളക്ഷൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും, ഇന്റേണൽ ഇന്റലിജൻസ് കളക്ഷൻ വേണ്ടിയിട്ട് IB ഇന്റലിജൻസ് ബ്യൂറോ. ഈ ഇന്റലിജൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇത് രണ്ടും പ്രവർത്തിക്കുന്നത്. ഹോം മിനിസ്ട്രി അണ്ടറിലാണ് ഈ IBയും റോയും ഒക്കെ പ്രവർത്തിക്കുന്നത്. സോ അമിത് ഷാ ഇസ് ദ റെസ്പോൺസിബിൾ മിനിസ്റ്റർ ഫോർ ഓൾ ദ അഫയേഴ്സ് റിലേറ്റിംഗ് ടു ഇന്റലിജൻസ് ബ്യൂറോ ആൻഡ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. സോ അണ്ടർ ദ chairmanship of under the guidance of Home Minister Amit Shah, the IB Intelligence Bureau conducted All India DGP conference at Bhubaneswar. Bhubaneswar എവിടെയാണ്? ഒഡീഷയുടെ ക്യാപിറ്റലാണ് Bhubaneswar. That meet was inaugurated by Prime Minister of India. അപ്പൊ അതിൽ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ സൈബർ സെക്യൂരിറ്റി, പോർട്ട് സെക്യൂരിറ്റി, അതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അത് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതിൽ അറിയേണ്ട ഭുവനേശ്വറിൽ വെച്ചാണ് നടന്നത്. ഭുവനേശ്വറിലെ എയർപോർട്ടിന്റെ പേരാണ് ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ട്. അത് പഠിച്ചു വെച്ചേക്കണം. ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ട്. നവീൻ പട്നായിക് ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് ഒഡീഷ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നവീൻ പട്നായിക്കിന്റെ ഫാദർ ഹി വാസ് ഓൾസോ എ ചീഫ് മിനിസ്റ്റർ ഓഫ് ഒഡീഷ ആൻഡ് ഫ്രീഡം ഫൈറ്റർ. അദ്ദേഹത്തിന്റെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് എയർപോർട്ടിന് ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ട് പേരിട്ടേക്കുന്നത്. പിന്നെ അവിടെ തന്നെ വേറെ ന്യൂസ് ആണ്. ബംഗ്ലാദേശ് upheaval has not led to a spike in border interceptions data എന്ന് പറഞ്ഞൊരു ന്യൂസ്. ബംഗ്ലാദേശിൽ ഇപ്പൊ ഇന്റേണൽ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എസ്പെഷ്യലി ഹിന്ദുസ് ആർ ഫേസിംഗ് attacks from the majority community there and political instability is there. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ബംഗ്ലാദേശിൽ ഉണ്ടാവുമ്പോൾ എപ്പോഴും ഒരു ക്രോസ് ബോർഡർ ഇൻഫിൽട്രേഷൻ കൂടും. ഓൾവേസ് there will be cross border infiltration from Bangladesh to ഇന്ത്യ. അത് നമ്മളുടെ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഇന്ത്യയുടെ ബോർഡർ വിത്ത് ബംഗ്ലാദേശ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യ ഹാസ് ദ ലോങ്സ്റ്റ് ലാൻഡ് ബൗണ്ടറി വിത്ത് ബംഗ്ലാദേശ്. ഇന്ത്യക്ക് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ബൗണ്ടറി ഉള്ളത് ബംഗ്ലാദേശുമായിട്ടാണ്. അപ്പൊ BSF ഈ ഇൻഫിൽട്രേഷൻ എപ്പോഴും തടയാറുണ്ട്. ബട്ട് ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ വിചാരിച്ചത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഇൻഫിൽട്രേഷൻ ഇപ്പൊ കൂടുമെന്നാണ്, ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ പെർസിസ്റ്റിംഗ് ഇൻസൈഡ് ദ ബംഗ്ലാദേശ്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഇപ്പോഴും ഈ പറഞ്ഞ ഇന്റർസെപ്ഷൻസ് ഒക്കെ ആൾക്കാർ അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകുന്നത് കഴിഞ്ഞ വർഷത്തൊക്കെ പോലെ തന്നെയാണ്. വലിയ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ഡേറ്റയാണ്. അതിന്റെ ഡേറ്റയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വലിയ ആവശ്യമൊന്നും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ ആവശ്യമുള്ള വേറൊരു കാര്യം, പ്ലാസ്റ്റിക് ട്രീറ്റി ടോക്സ് ഫെയിൽ അമിഡ് സ്പ്ലിറ്റ് ഓവർ പ്രൊഡക്ഷൻ കട്ട്സ് എന്നുള്ളൊരു ന്യൂസ് ആണ്. പ്ലാസ്റ്റിക് ട്രീറ്റി ഞാൻ അതിനെ കുറിച്ച് കുറച്ച് ദിവസം ഉണ്ട് നിങ്ങളുടെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന COP29 സമ്മിറ്റിന് ശേഷം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP-യുടെ നേതൃത്വത്തിൽ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP-യുടെ നേതൃത്വത്തിൽ ഇപ്പൊ ഒരു ടോക്സ് നടന്നു. അതിനെ പറയുന്നത് ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേഷൻസ് കമ്മിറ്റി എന്നാണ്. ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേഷൻസ് കമ്മിറ്റി മീറ്റിംഗ് എന്നാണ്. INC മീറ്റിംഗ് എന്നാണ്. അതിന്റെ 5th മീറ്റിംഗ് ആയിരുന്നു. INC-യുടെ 5th മീറ്റിംഗ് എവിടെ നടന്നത്? ബുസാനിൽ. ബുസാൻ എവിടെയാണ്? സൗത്ത് കൊറിയയുടെ ബുസാനിൽ. പക്ഷെ the talks were inconclusive because of the differences of opinions between the developed nations and developing nations regarding the curbing of plastic usage in the world. അവര് ഡെവലപ്ഡ് നേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി അതിന്റെ പ്രൊഡക്ഷൻ കട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഡെവലപ്പിംഗ് നേഷൻസ് അതിന് റെഡി അല്ല. ബിക്കോസ് ഇന്ത്യ ഈസ് ആസ്കിംഗ് ഫോർ assistance in the form of finance and also in the form of low cost technology from the developed nations for moving away from the use of plastic. അല്ലേ? അപ്പം അത് ആക്ച്വലി അതൊരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ആവശ്യവുമാണ്. അത് ഇന്ത്യയുടെ മാത്രമല്ല, ചൈന ഉൾപ്പെടുന്ന ഡെവലപ്പിംഗ് നേഷൻസിന്റെ ആവശ്യമാണ്. ബിക്കോസ് ഈ ഡെവലപ്ഡ് നേഷൻസ് ആണ് പ്ലാസ്റ്റിക് യൂസും എല്ലാം ഒരു പരിധിയിൽ കൂടുതൽ വേൾഡിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ലോകത്തിന് ഇങ്ങനെ ആക്കിയത്. Even if there is a common responsibility, that responsibility is differential also. Common but differential responsibility എന്നുള്ളതാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന്റെ പോളിസി എന്ന് പറഞ്ഞാൽ. അത് തന്നെ
ക്ലൈമറ്റ് കോൺഫറൻസസിൽ അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പിൾ തന്നെ പ്ലാസ്റ്റിക് കൺട്രോളിന്റെ കാര്യത്തിലും അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്. പിന്നെ തെലങ്കാനയിൽ മാവോയിസ്റ്റുകൾക്ക് കില്ല് ചെയ്യപ്പെട്ട ന്യൂസ് ഒക്കെയാണ്. പിന്നെ സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ CAQM to submit data on increase in stubble burned area to Apex Court. Apex Court ഏതാണ്? ഇന്ത്യയുടെ അപ്പെക്സ് കോർട്ട് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന് ഹരിയാനയിലെയും പഞ്ചാബിലെയും സ്റ്റബിൾ ബേണിംഗ് നടന്ന ഏരിയാസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ CAQM ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് CAQM എന്ന് പറയുന്നത്. ഡൽഹിയിലെയും അഡ്ജോയിനിങ് ഏരിയാസിലെയും എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യേണ്ടതാണ് CAQMന്റെ മാൻഡേറ്റ് എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ പേജിൽ അത് മാത്രമാണ് പറയാനുള്ളത്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻ ഫോർ യൂത്തനേഷ്യ ഇൻ ന്യൂ റൂൾസ് ഫോർ ക്യാപ്റ്റീവ് എലിഫന്റ്സ് എന്ന ന്യൂസ് ഉണ്ട്. യൂത്തനേഷ്യ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പണ്ട് മെഴ്സിഡത്ത് എന്ന് വിളിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ദയാവധം, അതിനെ പറയുന്നതാണ് യൂത്തനേഷ്യ. ഇത് പാസീവ് യൂത്തനേഷ്യ ഒരുപാട് രാജ്യങ്ങളിൽ അലൗഡ് ആണ്. ഇന്ത്യയുടെയും സുപ്രീം കോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അതിനു വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫ്രെയിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ടു അലോ പാസീവ് യൂത്തനേഷ്യ. ബട്ട് ആക്റ്റീവ് യൂത്തനേഷ്യ ഇസ് നോട്ട് അലൗഡ് ഇൻ എനി ഓഫ് ദ കൺട്രീസ്. പക്ഷേ ബ്രിട്ടൻ ആ ഒരു ഡയറക്ഷനിൽ ചില മൂവ്മെന്റ്സ് നടത്തുന്നുള്ള ഒരു ന്യൂസ് ഈ ഇടയ്ക്ക് ഹിന്ദുവിൽ വന്നായിരുന്നു. അപ്പൊ ഈ എലിഫന്റ്സിന്, ഇപ്പൊ മനുഷ്യന്റെ കാര്യത്തിലാണ് ഈ യൂത്തനേഷ്യ അലൗഡ് ആയിട്ടുള്ളത്. അത് എലിഫന്റ്സിന്റെ കേസിൽ അങ്ങനെ ചെയ്യാൻ പുതിയ റൂൾസ് ഫ്രെയിം ചെയ്യുന്നതൊക്കെ ഒരു ന്യൂസ് ആണ് അവിടെ. പിന്നെ ഇസ്കോൺ ഹോൾഡ് റാലീസ് പ്രയേഴ്സ് ടു പ്രൊട്ടസ്റ്റ് ബംഗ്ലാദേശ് അറസ്റ്റ് എന്നൊരു ന്യൂസ് കാണാം. ഇസ്കോൺ, ഇത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ നമ്മളുടെ ബിജു നായർ ഫാക്ട് ചെക്സ് എന്നുള്ള ചാനലിൽ ഞാൻ ഇട്ടായിരുന്നു. ഇസ്കോൺ എന്താണെന്ന്. ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1966 and its headquarters is in West Bengal. ISKCON has around 500 temples all over the world, including the developed countries like USA, France, Australia, അതുപോലെ റഷ്യ പോലുള്ള രാജ്യങ്ങളിലും എല്ലാം ഉണ്ട്. അപ്പൊ ഇത് ബംഗ്ലാദേശിൽ വളരെ ആക്റ്റീവ് ആണ്. ഇപ്പൊ ISKCON is facing some problems in Bangladesh after the communally സർചാർജ്ഡ് അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു വിഷയം, അങ്ങനെയുള്ള കമ്മ്യൂണൽ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ISKCON അവിടെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ISKCON ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, ദെയർ എയിം ഈസ് ടു പ്രൊപ്പഗേറ്റ് ദ കൃഷ്ണ മെസ്സേജ് ടു ഹ്യൂമാനിറ്റി. അതാണ് കൃഷ്ണന്റെ മെസ്സേജ്, അല്ലെങ്കിൽ ഭഗവത്ഗീത, അതൊക്കെയാണ്. പിന്നെ ഇവിടെ ഓൺ സ്റ്റേറ്റ്ഹുഡ് ഡേ റിയോ കോൾസ് ഫോർ സ്വിഫ്റ്റ് റെസൊല്യൂഷൻ ഓഫ് നാഗ ഇംബ്രോഗ്ലിയോ എന്നൊരു ന്യൂസ് കാണാം. സ്റ്റേറ്റ്ഹുഡ് ഡേ, അത് നാഗാലാൻഡിന്റെ സ്റ്റേറ്റ്ഹുഡ് ഡേ ആയിരുന്നു ഇന്നലെ ഡിസംബർ 1 വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. വേൾഡ് ഇന്റർനാഷണൽ എയ്ഡ്സ് ഡേ ആയിരുന്നു. ഇന്റർനാഷണൽ എയ്ഡ്സ് ഡേ. എയ്ഡ്സ് എല്ലാവർക്കും അറിയാം, ഒരു സമയത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ അതിന്റെ മുകളിലായിരുന്നു എയ്ഡ്സിനെ കൺട്രോൾ ചെയ്യാൻ. ഇപ്പോൾ എയ്ഡ്സ് ഒരുവിധം കൺട്രോൾഡ് ആണ്. ഇപ്പോഴും ഇഫക്റ്റീവ് വാക്സിൻസ് ഒന്നും ഇല്ലെങ്കിലും പ്രിവെന്റീവ് മെഷേഴ്സിൽ കൂടെ എയ്ഡ്സിന്റെ പ്രിവാലൻസ് ഭയങ്കരമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ന്യൂസ് അകത്തെ പേജിലുണ്ട്. നാഷണൽ എയ്ഡ്സ് ഡേ December 1. അപ്പോൾ നാഗാലാൻഡിന്റെ സ്റ്റേറ്റ്ഹുഡ് ഡേ ആയിരുന്നു December 1. അപ്പൊ നാഗാലാൻഡിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് നെഫ്യൂ റിയോ. അതാണ് ഈ റിയോ എന്ന് എഴുതിയിരിക്കുന്നത്, നെഫ്യൂ റിയോ, NEPHIU, നെഫ്യൂ റിയോ. അദ്ദേഹം നാഗാ പ്രോബ്ലംസിന് എത്രയും പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ അറിഞ്ഞിരിക്കുക. അപ്പോ അവിടെ അത്രയാണ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഇവിടെ നിങ്ങൾക്ക് രേവന്ത് റെഡ്ഡിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. രേവന്ത് റെഡ്ഡി ആരാണെന്ന് അറിയാം. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ആണ് രേവന്ത് റെഡ്ഡി. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഹിന്ദുവിലെ ഇന്നത്തെ 2 എഡിറ്റോറിയൽസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 എഡിറ്റോറിയൽസ് ആണ്. ബട്ട് ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന സിമ്പിൾ എഡിറ്റോറിയൽസ് ആണ്. ആദ്യത്തെ റിവാഞ്ചിസ്റ്റ് സ്യൂട്ട്സ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ, അതായത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പരാജയങ്ങൾക്ക്, പണ്ട് സംഭവിച്ച പരാജയങ്ങൾക്ക്, അത് മിലിറ്ററി ഡിഫീറ്റ്സ് ആവാം, അങ്ങനെയൊക്കെയുള്ള പരാജയങ്ങൾ ഇപ്പോ കറക്റ്റ് ചെയ്യാൻ നോക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് റിവാഞ്ചിസ്റ്റ് എന്ന്, അങ്ങനെയുള്ള ആ ഒരു തന്നെയാണ് റിവാഞ്ചിസ്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ റിവാഞ്ചിസ്റ്റ് സ്യൂട്ട്സ് എന്ന് പറയുന്ന ഇതിൽ കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സംഭൽ പള്ളി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതും ഞാൻ ഇന്നലെ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന ചാനലിന്റെ അകത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇന്ത്യയിലെ വേരിയസ് പ്ലേസസിൽ നിൽക്കുന്ന പള്ളി, മോസ്ക്, ടെമ്പിൾ ഡിസ്പ്യൂട്ടുകളെ കുറിച്ച്. കൃഷ്ണ ജന്മഭൂമിയിൽ മധുരയിൽ ഷാഹി ഈദ്ഗാ എന്ന് പറയുന്ന പള്ളി, അതിന്റെ പേരിലെ പ്രശ്നം. സംഭലിൽ ഇപ്പോ അതാണ് ഇന്നത്തെ എഡിറ്റോറിയലിന്റെ വിഷയം. സംഭൽ പള്ളിയിൽ പ്രശ്നം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്യാൻവാബി മോസ്കിൽ പ്രശ്നം. അതുപോലെ ഭോജശാല
എന്ന് പറയുന്ന മധ്യപ്രദേശിലെ അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന കമൽ മൗല പള്ളിയിൽ പ്രശ്നം. അതുപോലെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വളരെ ലോകപ്രശസ്തമായിട്ടുള്ള അജ്മീർ ദർഗയ്ക്കകത്ത് ശിവക്ഷേത്രം എന്നുള്ള പേരിലെ പ്രശ്നം. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് ഈ പറഞ്ഞ റിവാഞ്ചിസ്റ്റ് ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. ഇപ്പൊ ഇതില് നമുക്കറിയാം ഈ സംഭൽ എന്ന് പറയുന്ന പള്ളി ആക്ച്വലി ബാബറിന്റെ പീരീഡിൽ ഉണ്ടാക്കിയ ഒരു പള്ളിയാണ്. അപ്പൊ ഈ ബാബറിന്റെ പീരീഡിൽ ടെമ്പിൾ ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയതെന്നാണ് വിഷയം എന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ ഒരു 8ഓളം ആൾക്കാർ ഈ ഉത്തർപ്രദേശിലെ ഒരു ലോക്കൽ കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യാണ്. ഇത് ഇവിടെ നമുക്ക് പള്ളി പൊളിക്കണം, ക്ഷേത്രം ആണ് അവിടെ എന്നുള്ള പേരിൽ. അപ്പൊ ഈ പള്ളിയുടെ റിലീജിയസ് ക്യാരക്ടർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവേ അന്ന് ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുന്ന ദിവസം തന്നെ ആ ലോക്കൽ കോർട്ട് അനുവദിക്കുകയാണ്. യഥാർത്ഥത്തിൽ മറ്റേ സൈഡിന്, പള്ളി കമ്മിറ്റിയുടെ സൈഡിനെ കേൾക്കാതെയാണ് ആ ലോക്കൽ കോർട്ട് ഇത് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സർവേ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വലിയ പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നത്തിൽ ആൾക്കാർ ഒരു 4-5 പേര് പോലീസ് വെടിവെപ്പ് ഉണ്ടാവുകയും മരിക്കുകയും ചെയ്തു. പോലീസിന്റെ ഭാഷ്യം എന്ന് പറയുന്നത് ഈ വെടിവെപ്പിൽ മരിച്ചത് പരസ്പരം ഈ പറഞ്ഞ പ്രക്ഷോഭകാരികൾ വെടിവെച്ചപ്പോഴാണ് മരിച്ചത്, അല്ല പോലീസിന്റെ വെടിയുണ്ടകൾ കൊണ്ടല്ല മരിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ എന്തായാലും അതിന്റെ അന്വേഷണം നടന്നാലേ അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരുള്ളൂ. പക്ഷെ ഇതില് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു പള്ളിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ യഥാർത്ഥത്തിൽ പാടില്ലാത്തതാണ്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അതും ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 എന്ന ഒരു ആക്ട് ഇന്ത്യയിലുണ്ട്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 അനുസരിച്ച് ഇന്ത്യയിൽ 1947 ഓഗസ്റ്റ് 15 ഫ്രീഡം കിട്ടുമ്പോൾ ഒരു ആരാധനാലയത്തിന്റെ, അത് ഹിന്ദുവിന്റെയോ മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ പാഴ്സികളുടെയോ ജൈനമതക്കാരുടെയോ ബുദ്ധമതക്കാരുടെയോ ആരുടെയോ ആവട്ടെ, അപ്പോ what was the religious character of that particular worshipping place that should be maintained at all cost. ഓഗസ്റ്റ് 15 1947 എന്തായിരുന്നു അതിന്റെ റിലീജിയസ് ക്യാരക്ടർ, ദാറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് എന്നാണ്. അപ്പോ അത് ഇവിടെ മുഖവിലേക്ക് എടുക്കപ്പെടുന്നില്ല. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ സമ്പൽ പള്ളിയൊക്കെ അന്ന് 47 ഓഗസ്റ്റ് 15 പള്ളിയായിരുന്നല്ലോ. അപ്പം അത് തന്നെയല്ലേ നിലനിർത്തേണ്ടത്. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ഈ ഒരുപാട് കേസസ് ഇങ്ങനെ പൊങ്ങി വരാനുള്ള കാരണം ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഗ്യാൻവാബി മോസ്കുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളാണ്. ഈ ഗ്യാൻവാബി മോസ്കിന്റെ ഇതേപോലത്തെ സർവേ നടന്നായിരുന്നു, ഈ സമ്പൽ മോസ്ക് പോലെ. അതിന് സർവേ നടക്കാൻ കാരണം ഇതും അലഹബാദിലെ ഒരു ലോക്കൽ കോർട്ടാണ് സർവേ ആദ്യം അനുവദിക്കുന്നത്. അതിനെതിരെ അലഹബാദ് ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലും ഒക്കെ പള്ളി കമ്മിറ്റി പോകുന്നു. പക്ഷെ സുപ്രീം കോടതി അന്നത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. അദ്ദേഹം പറഞ്ഞു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 പറയുന്നത് ഇങ്ങനെയാണ്, റിലീജിയസ് ക്യാരക്ടർ 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നു അത് നിലനിർത്താമെന്നാണ്. പക്ഷെ ആ റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നു എന്ന് നോക്കാനുള്ള അവകാശം ഈ പറഞ്ഞ ആൾക്കാർക്ക് ഉണ്ടെന്നാണ്. റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. പക്ഷെ റിലീജിയസ് ക്യാരക്ടർ അന്ന് അല്ലെങ്കിൽ ഇപ്പോൾ അത് ക്ഷേത്രമായിരുന്നോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി റിലീജിയസ് ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സർവേകൾ നടത്തുന്നുള്ള അവകാശം ഉള്ളതാണ്. അതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കേസസ് ഇപ്പോൾ പൊന്തി വരാൻ കാരണം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇത് ഇന്ത്യയിൽ കമ്മ്യൂണൽ ആയിട്ടുള്ള ഇൻസിഡൻസ് കൂടുതൽ ഉണ്ടാവാൻ കാരണമാകും. ഈ സമ്പലിൽ ഇപ്പൊ തൽക്കാലം സ്ഥിതി ശാന്തമാവാൻ കാരണം സുപ്രീം കോടതിയുടെ തന്നെ നല്ലൊരു ഇന്റർവെൻഷൻ കൊണ്ടാണ്. സുപ്രീം കോടതി പറഞ്ഞു ആ ലോക്കൽ കോർട്ടിനോട് തൽക്കാലം ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊസീഡിങ്സും സ്റ്റോപ്പ് ചെയ്യാനും അലഹബാദ് ഹൈക്കോർട്ടിനോട് ഈ കേസ് കൺസിഡർ ചെയ്യാനും പള്ളി കമ്മിറ്റിയുടെ വാദം കൂടെ കേൾക്കാനും അലഹബാദ് ഹൈക്കോർട്ടിന്റെ വിധി വരുന്നതുവരെ ഈ പറഞ്ഞ ലോക്കൽ കോർട്ട് ഒന്നും മുമ്പോട്ട് ഒരു തീരുമാനം എടുക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു സർവേ നടത്തിക്കഴിഞ്ഞു. ആ സർവേ നടത്തിയ റിപ്പോർട്ട് സീൽഡ് കവറിലാക്കി സൂക്ഷിക്കണം, അതിന്റെ റിപ്പോർട്ട് വെളിവിടരുതെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ വെസ്റ്റ് ഏഷ്യയിൽ സമാധാനം കൊണ്ടുവരുന്നതിനുള്ള ആദ്യത്തെ നടപടി എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞേക്കുന്നത്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. റീസെന്റ് France and US brokered a peace deal between Hezbollah of Lebanon and Israel to end the war for a period of 2 months to make എന്താ പറയുന്ന ഈ പറഞ്ഞ സീസ് ഫയർ അഗ്രിമെന്റ്, ടു മേക്ക് സീസ് ഫയർ അഗ്രിമെന്റ് ഫോർ എ പീരീഡ് ഓഫ് 2 months 2 മാസത്തേക്ക് ഒരു സീസ് ഫയർ അഗ്രിമെന്റ് ഉണ്ടാക്കി. അതിന് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ
7 ഈ പറഞ്ഞ ഗാസയിലേക്ക് ഹമാസ് ഇസ്രായേലിലേക്ക് അറ്റാക്ക് നടത്തിയപ്പോൾ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ഇസ്രായേൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഗാസയ്ക്കകത്ത്. അപ്പൊ അതിന് ഈ ഹമാസിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലെബനൻ അന്നോട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഇസ്രായേൽ പക്ഷേ ഒരു ഓൾ ഔട്ട് വാർ അഗെയിൻസ്റ്റ് ഹിസ്ബുള്ള അവര് ചെയ്തില്ലായിരുന്നു. പക്ഷെ ഈ വർഷം ഒക്ടോബർ തൊട്ട് ഏതാണ്ട് 1 വർഷം ആ യുദ്ധം തുടങ്ങിയതിന് ശേഷം 1 വർഷം ആയപ്പോഴത്തേക്കാണ് ഇസ്രായേൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഗ്രസീവ് അറ്റാക്ക് അഗെയിൻസ്റ്റ് ഹിസ്ബുള്ള സ്റ്റാർട്ട് ചെയ്തത്. ലെബനനിൽ അവരുടെ ഫോഴ്സസ് ഇറങ്ങി, ഇസ്രായേലി ഫോഴ്സസ് ഇറങ്ങിയാണ് ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്തത്. ആൻഡ് ഓൾസോ യൂസിങ് ദെയർ സുപ്പീരിയർ എയർഫോഴ്സ് കേപ്പബിലിറ്റീസ് ദേ ടാർഗറ്റഡ് മെനി ഓഫ് ദ civilian places supposed to be the strongholds of ഹിസ്ബുള്ള. ഈ ഹിസ്ബുള്ളയുടെ സ്ട്രോങ് ഹോൾഡ്സ് എന്നറിയപ്പെടുന്ന പല സിവിലിയൻ പ്ലേസസ് പോലും ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു. ഒരുപാട് പേര് മരിച്ചു. ഹിസ്ബുള്ളയുടെ ലീഡറായ ഹസൻ നസറുള്ള ആ ഒരു ഇതിൽ മരിക്കുന്നു. പക്ഷെ ഈ പറഞ്ഞ ഹിസ്ബുള്ള കുറച്ച് വീക്കനായി എന്ന് പറയാം. പക്ഷെ വീക്കനായെങ്കിലും ഇപ്പോഴും അവർക്ക് ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഫയർ പവർ അവരുടെ കയ്യിലുണ്ടെന്ന് അവർ ഇപ്പോഴും തെളിയിച്ചു. ഈ നവംബർ 12 മറ്റോ ആയിരുന്നു അവര് 10-200 റോക്കറ്റ്സ് ഇസ്രായേലിന് നേരെ തൊടുത്തു വിടുകയാണ്. ആ റോക്കറ്റ്സിൽ 1-2 അത് പതിച്ചത് പ്രൈം മിനിസ്റ്ററിന്റെ റെസിഡൻസിന്റെ അടുത്തായിരുന്നു, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ. അപ്പൊ അത്രയും കപ്പാസിറ്റി ഇപ്പോഴും ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇവിടെ രണ്ടുപേരും അവകാശപ്പെടുന്നത് ഈ ഹിസ്ബുള്ള, ഹസൻ നസ്രല്ലയുടെ നേതൃത്വത്തിലുള്ള ഹിസ്ബുള്ള അവകാശപ്പെട്ടത് ഹമാസ് അഗെയിൻസ്റ്റ് ആയിട്ട് ഇസ്രായേലിന്റെ യുദ്ധം അവസാനിപ്പിച്ചല്ലാതെ ഇസ്രായേലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള യുദ്ധം ഹിസ്ബുള്ള അവസാനിപ്പിക്കില്ലെന്നാണ്. അതുപോലെ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിരുന്നത് ഹിസ്ബുള്ളയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ 50,000-ഓളം ഇസ്രായേലികള് ഇസ്രായേലിലേക്കുള്ള റോക്കറ്റ് ആക്രമണം ഭയന്ന് ഡിസ്പ്ലേസ്ഡ് ആയി പോയായിരുന്നു. 50,000 പേർക്കും തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഹിസ്ബുള്ളയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ അറ്റാക്ക് അവസാനിപ്പിക്കുന്നു. പക്ഷെ ഇത് രണ്ടും നടന്നില്ല. ഹിസ്ബുള്ളയുടെ ആവശ്യം നടന്നില്ല. ഇപ്പോഴും ഈ പറഞ്ഞ ഗാസയിൽ ഹമാസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഇസ്രായേലിലെ ഈ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പൂർണ്ണമായിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടും ഇല്ല. എന്തായാലും ഈ സീസ് ഫയർ അഗ്രിമെന്റ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ സദേൺ ലെബനനിൽ ഹിസ്ബുള്ളയുടെ പ്രസൻസ് പാടില്ല. സദേൺ ലെബനനിൽ ഹിസ്ബുള്ളക്കാരുണ്ടെങ്കിൽ പോലും അവർ ഡിസാംഡ് ആവണം. അവരുടെ ആയുധങ്ങളെല്ലാം അവർ ഉപേക്ഷിക്കണം. എന്നിട്ട് സദേൺ ലെബനന്റെ സെക്യൂരിറ്റി ആരെടുക്കണം? ലെബനീസ് ഫോഴ്സസ് എടുക്കണം. എന്നിട്ട് ഹിസ്ബുള്ളയുടെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ മിലിഷ്യ ഗ്രൂപ്പിന്റെ ആൾക്കാരെല്ലാം അവരുടെ കമാൻഡോസ് അവര് നോർത്തേൺ ലെബനനിലേക്ക് പോകണം എന്നുള്ളതാണ് പക്ഷെ ഇത് ഇൻ പ്രിൻസിപ്പിൾ ഈ അഗ്രിമെന്റ് എല്ലാവരും ഇപ്പൊ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഷോർട്ട് ലീവ്ഡ് ആവാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴും നല്ല ഫയർ പവർ ഉണ്ട്. അവര് ചിലപ്പോൾ വീണ്ടും സദേൺ ലെബനനിൽ അവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഇസ്രായേൽ അടങ്ങിയിരിക്കാൻ സാധ്യതയിൽ അവർ വീണ്ടും കൗണ്ടർ അറ്റാക്ക് നടത്താൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള പീസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ബാക്കറായിട്ടുള്ള US ഇസ്രായേലിനെ കൺവിൻസ് ചെയ്യിച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക് അവസാനിപ്പിക്കണം. അവിടെ ഒരു പെർമനന്റ് സീസ് ഫയർ എന്നുള്ള രീതിയിൽ ഉണ്ടായാൽ മാത്രമേ ഈ ഹിസ്ബുള്ള ഇസ്രായേൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയുള്ളൂ. വെസ്റ്റ് ഏഷ്യയിൽ അത്യാവശ്യം ഒരു പീസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഇനി ഇവിടെ റിസർച്ച് സെക്യൂരിറ്റി ഷുഡ് ബി എ നാഷണൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വേരിയസ് ഫീൽഡുകളിൽ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രയത്നത്തിലാണ്. നമ്മൾ ഒരുപാട് ഇന്നോവേഷൻസും നമ്മളിപ്പോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും ഇനി പറയാൻ പോണ കാര്യം ഇതിൻ്റെ അകത്തില്ല. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്നുള്ളൊരു സംഭവമുണ്ട്, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. ആ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് മുമ്പ് ഒരു 10 വർഷം മുമ്പ് 84 ആയിരുന്നു. അതിപ്പോ 40 ആയിട്ട് കൂടി. അത് വളരെ നല്ല റാങ്കാണ്. അതിന് വീണ്ടും കൂടും. അപ്പൊ ഇന്ത്യ ഒരു ഇന്നോവേഷൻ ഇക്കോ സിസ്റ്റം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്. ഇപ്പം അടൽ ഇന്നോവേഷൻ മിഷൻ, അതിന്റെ അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഹിന്ദുവിൽ വായിച്ചായിരുന്നു. എയിം എന്ന് പറഞ്ഞാൽ അടൽ ഇന്നോവേഷൻ മിഷൻ എന്നാണ്. അതുപോലെ തന്നെ ANRF, അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഏതാണ്ട് 50,000 കോടി രൂപ ഇന്ത്യയിലെ വേരിയസ് റിസർച്ച് ഫീൽഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പണം കണ്ടെത്താൻ വേണ്ടി ഒരു ഏജൻസി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ANRF, അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, അങ്ങനെ പല രീതിയിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പം രാജ്യം ഡെവലപ്പായി പോകുന്നതോറും ഈ മേഖലയിലെല്ലാം വലിയ റിസർച്ചസും ഇന്നോവേഷൻസും ഒക്കെ നടക്കുകയും ചെയ്യും.
നമ്മൾ സ്പേസിൽ, ഡിഫൻസിൽ, സെമി കണ്ടക്ടേഴ്സിൽ, ന്യൂക്ലിയർ ടെക്നോളജിയിൽ, സൈബർ സെക്യൂരിറ്റിയിൽ, ബയോടെക്നോളജിയിൽ, ക്ലീൻ എനർജിയിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ, ക്വാണ്ടം ടെക്നോളജിയിൽ, ഇതിലെല്ലാം നല്ല റിസർച്ച് പ്രൊമോട്ട് ചെയ്ത് നമ്മൾ അവിടെയെല്ലാം അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ നമുക്ക് ഇന്നോവേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ ഇന്നോവേഷൻസ് ഭാവിയിൽ വേണമെങ്കിൽ സൈബർ അറ്റാക്കിന് വിധേയമാകാം, പലതരത്തിലുള്ള തെഫ്റ്റിന് വിധേയമാകാം, ഭാവിയിൽ അതൊരു മറ്റൊരു രാജ്യത്തിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് പോലും മാറിയേക്കാം. ഇതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇന്ത്യ ഇതുവരെയും വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഈ റിസർച്ച് അല്ലെങ്കിൽ ഇന്നോവേഷൻ ഫീൽഡിലെ സെക്യൂരിറ്റി, അതായത് റിസർച്ച് സെക്യൂരിറ്റി, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇന്ത്യ ഇതുവരെയും വലിയ ശ്രദ്ധ പുലർത്താത്തത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ റിസർച്ച് ഔട്ട്പുട്ടുകൾ സ്റ്റീൽ ചെയ്യാൻ വൾണറബിൾ ആണ് എന്നാണ്. ഈവൻ അമേരിക്ക, കാനഡ, യൂറോപ്യൻ യൂണിയൻ പോലുള്ള വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള എക്കോണമീസിനകത്ത് പോലും ഇത് നടക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് US ഒരു എനിക്ക് തോന്നുന്നു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു 4-5 പേരെ അറസ്റ്റ് ചെയ്തു. ചൈനയുടെ ഫണ്ടിങ് സ്വീകരിച്ചുകൊണ്ട് അത് മറച്ചു വെച്ച് US-ന്റെ ഫണ്ടിങ്ങും സ്വീകരിച്ച് അവിടെ റിസർച്ച് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരുന്ന കുറച്ച് സ്റ്റുഡൻസിനെയും പ്രൊഫസറിനെയും കൂടെ. അപ്പൊ അവരൊരു പക്ഷേ ചൈനയ്ക്ക് വേണ്ടിയിട്ട് ചാരപ്പണി ചെയ്യാൻ അവർക്ക് പറ്റും, അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ ശ്രമിച്ചതും, അതുകൊണ്ടായിരിക്കും US-ൽ അവരെ അറസ്റ്റ് ചെയ്തത്. അതുപോലെ ഈ കോവിഡിന്റെയൊക്കെ വാക്സിൻ റിസർച്ച് ഒക്കെ നടക്കുന്ന സമയത്ത് ആ റിസർച്ച് ഔട്ട്കംസ് സ്റ്റീൽ ചെയ്യാനും ചില ഹാക്കേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ തടയാൻ വേണ്ടി US, യൂറോപ്യൻ യൂണിയൻ, അതുപോലെ കാനഡ ഒക്കെ ഓരോരോ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. US ചിപ്സ് ആൻഡ് സയൻസ് ആക്ട് എന്ന് പറഞ്ഞ അവരുടെ ആക്ട് ഉണ്ട്. ആ ആക്ടിന്റെ അണ്ടറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജി ഒരു സ്ഥാപനം തന്നെ അവർ ഡെവലപ്പ് ചെയ്തു. അവരുടെ റിസർച്ച് സെക്യൂരിറ്റി ഗൈഡ് ലൈൻസും പോളിസീസും ഒക്കെ പിന്നീട് ഫോർമുലേറ്റ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും. അതുപോലെ കാനഡ നാഷണൽ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ് ഫോർ റിസർച്ച് പാർട്ണർഷിപ്പ് ആൻഡ് പോളിസി ഓൺ സെൻസിറ്റീവ് ടെക്നോളജി റിസർച്ച് ആൻഡ് അഫിലിയേഷൻസ് ഓഫ് കൺസേൺ എന്ന് പറഞ്ഞ ഒരു സംഭവം അവരും ഡെവലപ്പ് ചെയ്തു. അവരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷെ യൂറോപ്യൻ യൂണിയൻ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ചെയ്യുന്നത്. സെൻട്രൽ ലോസ് ഒന്നും കൊണ്ടുവന്ന് ഇതിപ്പോ ഓരോരോ നിയമങ്ങളാണ്, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് US-ലും കാനഡയിലൊക്കെ കാര്യങ്ങൾ റിസർച്ച് സെക്യൂരിറ്റിയുടെ ഫീൽഡിൽ നടപ്പാക്കുന്നത്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ അങ്ങനെയൊന്നും ചെയ്യാതെ അവർ കുറച്ചുകൂടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തന്നെ, ഈ റിസർച്ചിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തന്നെ വേരിയസ് മെഷേഴ്സ് എടുത്ത് അവരുടെ റിസർച്ച് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എംപവർമെന്റ് ചെയ്യുന്നതിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. പക്ഷെ അതാണ് കുറച്ചുകൂടെ നല്ലൊരു പോളിസി എന്നാണ് ഈ ആർട്ടിക്കിളിന്റെ അകത്ത് ഈ എഴുതിയിരിക്കുന്ന ഓതേഴ്സ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ സയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്ത് റെസ്ട്രിക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. സയൻസ് എന്ന് പറഞ്ഞാൽ വേൾഡിൻ്റെതാണ്, ഹ്യൂമാനിറ്റിയുടേതാണ്. അതിൽ എല്ലാ ഇന്നോവേഷൻസ് ആയിരുന്നാലും റിസർച്ചസ് ആയിരുന്നാലും ഒബ്വിയസ്ലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെയാണെങ്കിലും ഒരു പരിധിക്കപ്പുറം മൂടി വെക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പിന്നെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് ഓൾറെഡി നമ്മുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അകത്ത് ഗവൺമെന്റ് ഇന്റർവെൻഷൻസും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഒക്കെ വളരെ കൂടുതലാണെന്നൊരു പരാതിയുണ്ട്. അപ്പൊ ഈ റിസർച്ച് സെക്യൂരിറ്റിയുടെ പേരിൽ ഇനിയിപ്പം ഗവൺമെന്റ് ഏതെങ്കിലും ഇപ്പൊ സൈബർ സെക്യൂരിറ്റി ഗവൺമെന്റ് ആംസ് ഉണ്ട്, അതുപോലെ ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഏജൻസീസ് ഉണ്ട്, സെക്യൂരിറ്റി ഏജൻസീസ് ഉണ്ട്. അവരുടെ ഇന്റർവെൻഷൻസ് ഈ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അകത്ത് കൊണ്ടുവന്നാൽ അതുവഴി ഇൻഡയറക്ട്ലി ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് അവിടെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പം അത് നമ്മളുടെ റിസർച്ച് സ്കോളേഴ്സിനെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അത് അവരുടെ ഫ്രീഡത്തിന് കർട്ടയിൽ ചെയ്യും. അത് കൂടുതൽ പരാതിയെ കാരണം. അതുകൊണ്ട് ഈ യൂറോപ്യൻ യൂണിയന്റെ അവർ മാതൃക സ്വീകരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളുടെ ANRF ഞാൻ ഓൾറെഡി പറഞ്ഞു, അനുസന്ധാൻ റിസർച്ച് ഫൗണ്ടേഷൻ, അതിപ്പോൾ ഓൾറെഡി സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ട് നിൽക്കുകയാണ്. ആ ഏജൻസിക്കകത്ത് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരണം. ഇവർ പറഞ്ഞേക്കുന്നത് ഇതാണ്, ഞാൻ പറയുന്നതല്ല, ഇത് എൻ്റെ ഓതേഴ്സ്. ആ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഏതൊക്കെ ഫീൽഡുകളിൽ ഏതൊക്കെ പൊട്ടൻഷ്യൽ ത്രെട്ടുകൾ ഉണ്ടാവാം, എന്നിട്ട് ഈ പറഞ്ഞ റിസർച്ച് ഫീൽഡുകളെ തന്നെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. ഏറ്റവും നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങൾ, അത് ഇവിടെ ഏത് റിസർച്ച് ഫീൽഡിൽ ഒരു തെഫ്റ്റ് ഉണ്ടായാലാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയെ ജിയോപാഡൈസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളത്. അപ്പൊ ഇതിങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആ ഓരോ ഫീൽഡുകളിലും എങ്ങനെ ഇതിനെ സെക്യൂരിറ്റി കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്രെയിംവർക്ക്, ഒരു പോളിസി ഫ്രെയിംവർക്ക് അവർ ഉണ്ടാക്കിയിട്ട് അതുപയോഗിച്ച് ഈ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തന്നെ എംപവർ ചെയ്യുക. അവർ സ്വയം എംപവേർഡ് ആവുക, അവർ സ്വയം ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. അങ്ങനെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിക്കണം എന്നാണ് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ മാതൃകയിൽ.
ഓക്കെ, അപ്പൊ അതാണ് ഈ ആർട്ടിക്കിളിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വായിച്ചു നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലായി. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത്. പിന്നെ ഇതിന്റെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇന്ത്യ സിറ്റീസ് ദർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബേർഡൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ആർട്ടിക്കിൾ. ഇത് NCDസിനെ കുറിച്ചാണ്. NCD എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പോ ഈ NCD നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന്. ഇപ്പം നമ്മളുടെ ഈ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷർ, അതുപോലെ ഡയബറ്റീസ്, ക്യാൻസർ, ഇതൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലേ? അത് പകരുന്ന അസുഖങ്ങളല്ലല്ലോ. അതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം ലോകം മുഴുവൻ ഒരു പ്രശ്നമാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ചാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയില് ഇപ്പം നമ്മളുടെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഈ പറഞ്ഞ അസുഖങ്ങളുടെ ഒരു വ്യാപനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മെയിൻലി അത് ഉണ്ടാവുന്നത്. അപ്പൊ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. നമ്മളുടെ ഇന്ത്യയിൽ അർബനൈസേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് 45% ആൾക്കാരും അല്ലെങ്കിൽ ഒരു 40% ആൾക്കാർ അർബൻ മേഖലയിലാണ് താമസിക്കുന്നത്. ഇനി അത് ഏതാണ്ട് 70% ആയിട്ട് അടുത്തൊരു 10-20 വർഷം കൂടെ ആകുമ്പോഴത്തേക്ക് കൂടുന്ന പറഞ്ഞത്. അതായത് 30% ആൾക്കാർ മാത്രം ഇന്ത്യയിലെ റൂറൽ ഏരിയാസിൽ താമസിക്കാൻ സാധ്യതയുള്ളൂ. 70% അർബൻ ഏരിയാസിലാണ് ഭാവിയിൽ താമസിക്കാൻ പോകുന്നത്. അപ്പൊ ഈ അർബനൈസേഷൻ കൂടുന്നു, അതുപോലെ തന്നെ മൈഗ്രേഷൻ കൂടുന്നു. ഇന്റർസിറ്റി മൈഗ്രേഷൻ, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്നുള്ള നഗരങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ. അത് ഇപ്പൊ തന്നെ ഓൾറെഡി 40 മില്യൺ ആൾക്കാർ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നിലവിൽ 2024 ആ ഒരു കാലഘട്ടം എടുക്കുമ്പോൾ 40 മില്യൺ എന്ന് പറയുമ്പോൾ 4 കോടി ആൾക്കാർ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഇതിൻ്റെ അകത്താണ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിളിൻ്റെ അകത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇന്ത്യയിൽ NCD തടയാനുള്ള വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്, വ്യക്തമായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റുകളുണ്ട്. അതേപോലെ പറഞ്ഞുതരാം എന്താണെന്ന്. അത് ഇതിൻ്റെ അകത്തില്ല. ഈ ആർട്ടിക്കിളിൻ്റെ അകത്ത് എന്താണ് ആ പ്രോജക്റ്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീം എന്താണെന്ന് അതേപോലെ പറയാം. ആ സ്കീംസ് ഉണ്ട്, പക്ഷെ ആ സ്കീംസ് പുവർലി ഇംപ്ലിമെന്റഡ് ആണ്. ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിന്റെ ഇപ്പം നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒക്കെ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ട് ഗ്ലോബൽ മോഡൽസ് അഡോപ്റ്റ് ചെയ്ത് തന്നെയാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞേക്കുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് തടയാനുള്ള സ്കീമുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പുവർലി ഇംപ്ലിമെന്റഡ്. ദാറ്റ്സ് വൈ vulnerable sections of the society are not able to access the benefits of such schemes. അതാണ് മെയിൻ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഇത് ഈ അർബൻ മേഖലയിലെ പ്രശ്നങ്ങളാണ് ഇതിൽ മെയിൻലി പറയുന്നത്, റൂറൽ മേഖലയിലല്ല. ഈ അർബൻ മേഖലയിൽ തന്നെ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ പോലും പ്രവർത്തിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളെ ക്ലീനിങ് വർക്കേഴ്സ്, ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താൽ തന്നെ ക്ലീനിങ് വർക്കേഴ്സ് ഒരുപാടുണ്ട്. നമ്മൾ രാവിലെ കാർ ഓടിച്ച് ഓഫീസിലേക്ക് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ റോഡുകളിൽ നിന്ന് ക്ലീൻ ചെയ്യുന്നത് കാണാം. അവർ ഈ ഡേർട്ടും എല്ലാം അവർ ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ക്ലീൻ ആയിട്ട് ഈ സിറ്റി കിടക്കുന്നത്, നമുക്ക് നമ്മളുടെ ഹെൽത്ത് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവർ പലപ്പോഴും ഈ പറഞ്ഞ ക്ലീൻ ആയിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കത്തില്ല ജീവിക്കുന്നത്. ഈ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ ജിഗ് വർക്കേഴ്സ് ഉണ്ട്, റിക്ഷ ഡ്രൈവേഴ്സ് ഉണ്ട്, റിക്ഷ പുള്ളേഴ്സ് ഉണ്ട്, അല്ലാത്ത ക്യാബ് ഡ്രൈവേഴ്സ് ഉണ്ട്. അങ്ങനെ എത്രയെങ്കിലും ആൾക്കാർ ഓരോ സിറ്റികളിലും ഓരോ അർബൻ മേഖലയിലും ഇങ്ങനെ താമസിക്കുന്നുണ്ട്. ഇവരുടെ ഇടയിൽ ഈ പറഞ്ഞ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പടർന്നു പിടിക്കുന്നു. ഈ ഇടയ്ക്ക് ബാംഗ്ലൂരിൽ ഒരാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുകയാണ്, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ. അതിന്റെ അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ വന്നത് തന്നെ. അത് ഇതുപോലെ പെട്ടെന്ന് കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ് അങ്ങനെ മരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അപ്പൊ ഇതൊക്കെ ഇനിഷ്യലി സ്ക്രീൻ ചെയ്താൽ ഇതിന്റെ വേണ്ട നടപടികൾ എടുത്ത് അതിന്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി അതിന്റെ മെഡിസിൻ എടുക്കേണ്ടതാണെങ്കിൽ മെഡിസിൻ എടുത്തുകൊണ്ട് ഈ പറഞ്ഞതിന്റെ പ്രിവാലൻസും ഇത് മൂലം ഉണ്ടാവുന്ന കോമോർബിഡിറ്റീസും എല്ലാം നമുക്ക് തടയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് സ്ക്രീനിങ്ങിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും എല്ലാം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വഴിയാണ്. ഇന്ത്യയിൽ മെയിൻലി ഇന്ത്യയുടെ ഹെൽത്ത് സിസ്റ്റം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് PHCസിന്റെ അടിസ്ഥാനമാക്കിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഇന്ത്യയിൽ ഒരുപാട് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ അർബൻ മേഖലയിൽ ഈ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന, പുവറായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന പലയിടത്തും ഇതിന്റെ ആക്സസിബിലിറ്റി കുറവാണെന്നാണ്. അപ്പൊ ഇതിൽ നമ്മളുടെ പോളിസി മേക്കേഴ്സ്, എസ്പെഷ്യലി കോർപ്പറേഷൻ അധികാരികൾ, മുനിസിപ്പാലിറ്റി അധികാരികൾ, അർബൻ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഏജൻസീസ്, അതുപോലെ സെൻട്രൽ ഏജൻസീസ്, ഇവരെല്ലാം മുൻകൈ എടുത്ത് ഈ പറഞ്ഞ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ ആക്സസും ഇതിന്റെ ഇനിഷ്യൽ ഈ പറഞ്ഞ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യൽ ആയിട്ടുള്ള സർവൈലൻസും എല്ലാം ഇവരുടെ ഇടയിൽ നടപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഈ പറഞ്ഞ NCDs വലിയ ഡിസാസ്റ്റർസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞത്. ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞു, ഈ NCDs സർവൈലൻസിന് വേണ്ടിയിട്ടും അതിനെ ട്രീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് സ്കീം ഉണ്ടെന്ന് പറഞ്ഞു.
നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും NHM എന്ന് പറയുന്ന സംഭവം. NHM എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെൽത്ത് മിഷൻ ആണ്. ഇത് മുമ്പ് ഇന്ത്യയിൽ NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും NUHM നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും ഉണ്ടായിരുന്നു. NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും NUHM നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും ഉണ്ടായിരുന്നു. 2013 മൻമോഹൻ സിംഗ് പീരീഡിൽ തന്നെ അത് NHM എന്നാക്കി, നാഷണൽ ഹെൽത്ത് മിഷൻ ആക്കിയിട്ട് രണ്ടിനെ കൂടെ മെർജ് ചെയ്തു. ഇത് രണ്ടിനെ കൂടെ മെർജ് ചെയ്തിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ ആക്കി. ഈ നാഷണൽ ഹെൽത്ത് മിഷൻ ആയിട്ടുള്ള ഇങ്ങനെ ഒരു സ്കീമുണ്ട്. അതിന്റെ പേര് NPCDCS എന്നാണ്. NPCDCS. ഇത് ഇതിന്റെ അകത്ത് ഇല്ല കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ആർട്ടിക്കിളിന്റെ അകത്ത് അഡീഷണലി പറയുന്നതാണ്. NPCDCS ആൻഡ് എക്സ്പാൻഷൻ നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ് ആൻഡ് സ്ട്രോക്ക്. അപ്പോൾ NPCDCS എന്നാണ് നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോളിങ് ക്യാൻസർ, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ് ആൻഡ് സ്ട്രോക്ക്. അതാണ്. അപ്പൊ ഇതാണ് മെയിൻലി ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഈ NCD നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയുള്ള പ്രിവെന്റീവ് മെഷേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം ഈ ആർട്ടിക്കിള് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത് അത് വായിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ വായിക്കാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ആർട്ടിക്കിൾ വായിക്കണം. ഓക്കെ, ഈ 2 ആർട്ടിക്കിൾസ്. ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയുടെ നെയ്ബർഹുഡിൽ നടക്കുന്ന വിഷയത്തിനെ കുറിച്ചാണ്. ഓൺ ദ ഫ്രീഡം ഓഫ് റിലീജിയൻ ഇൻ ബംഗ്ലാദേശ്. നെയ്ബർഹുഡിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. നമ്മുടെ വ്യക്തികളുടെ കേസിലായിരുന്നാലും രാജ്യങ്ങളുടെ കേസിലായിരുന്നാലും നെയ്ബർഹുഡ് ഇഷ്യൂസ് are always important. Even if the neighbor is an enemy of us, then also we should look into their problems that may affect us also in the future. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ ഈസ് ആൻ എനിമി നേഷൻ, ബട്ട് സ്റ്റിൽ പാകിസ്ഥാനിൽ ഇന്റേണൽ പൊളിറ്റിക്കൽ ടർമോയിൽസ് എപ്പോഴും ഇന്ത്യക്ക് ഹെഡേക്കാണ്. ബംഗ്ലാദേശ് ഈസ് നോട്ട് ആൻ എനിമി നേഷൻ ഫോർ ഇന്ത്യ. ബംഗ്ലാദേശ് ഈസ് എ ഫ്രണ്ട്ലി നേഷൻ ഫോർ ഇന്ത്യ. ദാറ്റ് ഈസ് ഓൾസോ an issue for India, because if something happens inside Bangladesh, then there will be influx of Bangladeshi migrants to India, and also their minority communities are there. അവരെ പ്രൊട്ടക്ഷൻ പ്രശ്നമാണ്. അതെല്ലാം ഇന്ത്യയിലും കൂടെ കൺസേൺ ആണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഈ 1 സെക്കൻഡ്, എന്റെ കയ്യിൽ നിന്ന് പേന ഇവിടെ പോയി. ഓക്കെ. അപ്പം ഈ നെയ്ബർഹുഡ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ കളയാൻ പറ്റൂല. അപ്പൊ ഈ ഇവിടെ ഇപ്പോ ബംഗ്ലാദേശിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു ഓപ്പൺ ട്രൂത്ത് ആണ്. അപ്പൊ അതില് ഈ പറഞ്ഞ ഇസ്കോൺ ആണ് ഇപ്പൊ മെയിൻലി സെൻട്രൽ പോയിന്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഇസ്കോണിനെ കുറിച്ച് കേൾക്കുന്നത്. പക്ഷെ ഇസ്കോൺ മാത്രമല്ല അവിടെ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അവിടെ 200 മില്യൺ മൈനോറിറ്റീസ് ഉണ്ട്. അതായത് 2 കോടി മൈനോറിറ്റീസ്. 20 മില്യൺ മൈനോറിറ്റീസ് അല്ലേ? 20 മില്യൺ 20 × 10 ലക്ഷം, അപ്പൊ 200 ലക്ഷം. 2 crore മൈനോറിറ്റീസ് ഉണ്ട്. 2 crore മൈനോറിറ്റീസിൽ ഹിന്ദുസ് ആണ് മെജോറിറ്റി എന്നേ ഉള്ളൂ. അവിടെ ക്രിസ്ത്യൻസും ബുദ്ധമതക്കാരും എല്ലാം ഉണ്ട്. അവരെല്ലാം അറ്റാക്കിന് വിധേയമാകുന്നുണ്ട്. അപ്പൊ ഇത് ബംഗ്ലാദേശിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസിന് എഗെയിൻസ്റ്റ് ആണ്. ഞാനിപ്പോ ഇന്ന് രാവിലെ ബംഗ്ലാദേശിലെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട കുറെ ഈ ആർട്ടിക്കിൾ വായിച്ചു നോക്കി. ഇതിൽ ഇന്ത്യക്കാരനായ ഫൈസാൻ മുസ്തഫ എന്ന് പറഞ്ഞ ഇദ്ദേഹം കൂടെ ഹിന്ദുവിൽ ആർട്ടിക്കിൾസ് എഴുതുന്ന ആളാണ്. പുള്ളി ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പൊ ഇന്ത്യക്കാരനായി ഇത് എഴുതിയേക്കുന്നത്. പക്ഷേ ബംഗ്ലാദേശിലെ കോൺസ്റ്റിറ്റ്യൂഷനെ പഠിച്ചാൽ പുള്ളി ഇത് എഴുതിയേക്കുന്നത്. ബംഗ്ലാദേശിലെ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതം ഇസ്ലാം ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലെ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൻ്റെ അകത്ത് ഒഫീഷ്യൽ റിലീജിയൻ എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ബംഗ്ലാദേശിലെ കോൺസ്റ്റിറ്റ്യൂഷനിലകത്ത് ഒഫീഷ്യൽ റിലീജിയനും ഉണ്ട്. പക്ഷെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ ഇല്ലായിരുന്നു. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലാണ്. മുജീബുർ റഹ്മാൻ ആണ് ബംഗ്ലാദേശിന്റെ ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറയുന്നത്. ബംഗബന്ധു എന്നറിയപ്പെടുന്ന മുജീബുർ റഹ്മാൻ. ആ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ November 4, 1972 അവിടെ നിലവിൽ വരുന്നത്. അതിന്റെ അത് നമ്മളുടെ പോലത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ക സെക്യുലർ. there were no official religion and all. But in 1977 സിയാവുർ റഹ്മാൻ എന്ന് പറഞ്ഞ പട്ടാള ഭരണാധികാരി, പുള്ളിയാണ് ഈ മുജീബുർ റഹ്മാനെ കൊന്നളെ. എന്നിട്ട് അവിടെ സെക്യുലറിസം എന്നൊരു സംഭവം എടുത്ത് റിമൂവ് ചെയ്യും കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ നിന്ന്. പക്ഷെ എന്നാലും പിന്നെയും ഇൻഹറന്റ്ലി സെക്യുലർ തന്നെ ആയിരുന്നു. കാര്യം അവിടുത്തെ വേറെ ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുണ്ട്. നമ്മളെ ഇന്ത്യക്കകത്ത് ആർട്ടിക്കിൾ 24 to 27 റിലീജിയസ് ഫ്രീഡം കൊടുക്കുന്നതാണെങ്കിൽ അവിടെയും കുറെ ആർട്ടിക്കിൾസ് ഉണ്ട് റിലീജിയസ് ഫ്രീഡം എല്ലാ കമ്മ്യൂണിറ്റീസിനും. പിന്നെ 88 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് വേറൊരു ജനറൽ ഇർഷാദ് എന്ന് പറഞ്ഞ ജനറൽ അവിടെ ഇസ്ലാമാണ് സ്റ്റേറ്റ് റിലീജിയൻ എന്ന് എഴുതി ചേർത്ത്. അതുവരെ 71 ബംഗ്ലാദേശ് ഉണ്ടാകുന്നത് 88 വരെ അവിടെ ഇസ്ലാം ആണ് ഒഫീഷ്യൽ റിലീജിയൻ എഴുതി ചേർത്തിട്ടില്ലായിരുന്നു. പക്ഷെ അപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനകത്ത്
സെക്യുലറിസം ഉണ്ടായിരുന്നു. കാര്യം ഇസ്ലാമാണ് ഒഫീഷ്യൽ റിലീജിയൻ എങ്കിലും മറ്റ് റിലീജിയൻസിന്റെ ഫ്രീ ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസസും പ്രൊപ്പഗേഷനും ഒക്കെ അത് അവിടെ എൻഷുർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവിടുത്തെ സുപ്രീം കോടതി ഈ പറഞ്ഞ സെക്യുലർ എന്നുള്ള വാക്ക് എടുത്ത് കളഞ്ഞതിനേക്ക് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് വിധിക്കുകയും പിന്നെ സെക്യുലർ എന്നുള്ള വേർഡൊക്കെ അവിടെ തിരികെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറിയപ്പോൾ പിന്നീട് കൂടുതൽ സെക്യുലറിസം എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നു. പക്ഷേ അവിടുത്തെ സെക്യുലറിസ്റ്റ് എത്തോസിന്, സെക്യുലറിസ്റ്റ് ആയിട്ടുള്ള വാല്യൂസിന് എന്താ പറയുന്ന ഒരു ടാർണിഷ് ചെയ്യുന്ന രീതിയിലാണ് ബംഗ്ലാദേശിൽ ഇപ്പം നടക്കുന്ന സംഭവവികാസങ്ങൾ. അവിടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം മത ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കാത്ത രീതിയിലുള്ള അറ്റാക്കുകൾ അവിടെ നടക്കുന്നു. അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് അവിടുത്തെ കുറെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസിന്റെ ഒക്കെ ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാണാൻ പഠിക്കണം. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് പഠിച്ചാൽ മതി. ഓക്കെ, ഇത്രയാണ് ഈ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്. ഇനി നമ്മൾ അകത്തെ പേജുകളിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയുടെ GST റവന്യൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. GST റവന്യൂ കഴിഞ്ഞ മാസം കൂടി. ഒക്ടോബറിൽ ഇന്ത്യയുടെ GST റവന്യൂ അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ളൊരു ആർട്ടിക്കിളാണ് ഈ ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. GST എല്ലാവർക്കും അറിയാം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന ടാക്സ് സിസ്റ്റം, ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റമാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ GST നിലവിൽ വന്ന ദിവസം ജൂലൈ 1 ആയതുകൊണ്ട് ഇന്ത്യയിൽ എല്ലാ വർഷവും GST ഡേ ആയിട്ടാണ് ജൂലൈ 1 സെലിബ്രേറ്റ് ചെയ്യുന്നത്. GST കളക്ഷൻ ഇന്ത്യയിൽ CBIC ആണ് ചെയ്യുന്നത്. CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, ഈസ് ദ റെസ്പോൺസിബിൾ ബോഡി ഫോർ കളക്ടിംഗ് GST in India goods and service tax, and various policy measures are being implemented by GST Council. GST Council is the empowered body to take various policy measures regarding the implementation of GST in India, and its chairperson is Finance Minister of India and its members are state finance ministers. അതാണ് നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം. പിന്നെ ഇത് ഞാൻ പറഞ്ഞാണ്, ഇതിൽ വേറൊന്നും പറയാനൊന്നുമില്ല. ഒഡീഷയിലെ ഭുവനേശ്വറിലെ DGPമാരുടെ കോൺഫറൻസ് ഇപ്പൊ നടന്നാലും മോഡി നടത്തിയ സ്പീച്ചിനെ കുറിച്ചൊക്കെയാണ്. 59th ഓൾ ഇന്ത്യ കോൺഫറൻസ് ഓഫ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ് നടന്നത് ഭുവനേശ്വറിൽ. ഭുവനേശ്വർ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഒഡീഷ. താഴെ വരുമ്പോൾ സൊസൈറ്റി വിൽ പെരിഷ് ഇഫ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഫോൾസ് ബിലോ 2.1 എന്നൊരു ഇത് കാണാം. ഇത് RSSന്റെ മേധാവി മോഹൻ ഭഗവത് പറഞ്ഞാണ്. RSSന്റെ മേധാവി ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. 2.1 എന്നുള്ള സംഭവം ഇത് എന്താണ് നടന്നിരിക്കണം, TFR ആണ്. TFR, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഇപ്പൊ ഇന്ത്യയിൽ നിലവിലുള്ള TFR, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് 2.1. വാട്ട് ഈസ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്? ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ വുമൻ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ഹെർ ഫെർട്ടൈൽ പീരീഡ്. അവരുടെ പ്രജനന കാലഘട്ടത്തിൽ അവർ ഒരു ആവറേജ് എത്ര കുട്ടികൾ ഉത്പാദിപ്പിക്കും എന്നുള്ളത് TFR, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അത് 2.1 ആണ് ഐഡിയൽ. ഇപ്പൊ ഇന്ത്യ ഐഡിയൽ സിറ്റുവേഷനിലാണ്. അതായത് റീപ്ലേസ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഡെത്തിന് റീപ്ലേസ് അത്രയും ബർത്ത് ഉണ്ടാവുന്നു. അപ്പൊ പോപ്പുലേഷൻ കൂടുകയില്ല കുറയുകയില്ല. നമ്മുടെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ 2.1 സഹായിക്കും. ബട്ട് 2.1 ഒരിക്കലും സ്റ്റേബിൾ ആയിട്ട് നിൽക്കാറില്ല. ദാറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ ദ ലോങ് റൺ. അപ്പൊ അത് അങ്ങനെ സംഭവിച്ചാണ് ചൈനയ്ക്കൊക്കെ ഇപ്പൊ പോപ്പുലേഷൻ കുറഞ്ഞത് അവരെ ബാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ അവർ വീണ്ടും 2 ചൈൽഡ് പോളിസിയൊക്കെ ആക്കിയിട്ടുണ്ട് ചൈനയ്ക്ക്. അപ്പോൾ 2.1 താഴെ പോയാൽ അത് ഇന്ത്യക്ക് നല്ലതല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് ആ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നിങ്ങൾ പഠിക്കണം. TFR 2.1 എന്നുള്ള സംഭവം എന്താണെന്ന് പഠിച്ചേക്കണം. പിന്നെ താഴോട്ട് വരുമ്പം ഇവിടെ ഇത് അറിഞ്ഞിരിക്കണം. വാദ്വാൻ പോർട്ട് വിൽ ബി എ ഗെയിം ചേഞ്ചർ ഫോർ ഇന്ത്യ. ഇന്ത്യയിൽ വരുന്നൊരു വമ്പൻ കണ്ടെയ്നർ പോർട്ടാണ് വാദ്വാൻ എന്ന് പറയുന്നത്. എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം, മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ഓൾറെഡി ഒരു വമ്പൻ പോർട്ടുണ്ട്, JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്. ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്, JNPT ഇൻ മുംബൈ. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഗുജറാത്തിലെ മുണ്ട്ര, അദാനിയുടെ പോർട്ടുമാണ്. ഇപ്പൊ വാദ്വാൻ ഓൾറെഡി നമുക്കിപ്പോ വിഴിഞ്ഞത്ത് ഒരു വലിയ പോർട്ട് വരുന്നുണ്ട്, അതും സക്സസ് ആവും തോന്നുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് ഇന്ത്യയിലെ ഈ ട്രാൻസ്ഷിപ്മെന്റും കണ്ടെയ്നർ ഹാൻഡ്ലിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അതിനെ കുറിച്ച് വാദ്വാൻ എന്ന് പറഞ്ഞ പോർട്ട് 2029 തന്നെ ഫസ്റ്റ് 5 ടെർമിനൽസ് കംപ്ലീറ്റ് ആവും. ബാക്കി 2034 കംപ്ലീറ്റ്ലി കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇപ്പൊ ഇതിലങ്ങനെ വലിയ ന്യൂസ് ഒന്നുമില്ല. ഇത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ജഗദീപ് ധൻഖറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റോടെ കാണാം. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് രാജ്യസഭാ ചെയർമാൻ ആണ് ജഗദീപ് ധൻഖർ. പിന്നെ ജർമ്മനിയുടെ പഴയ ചാൻസലർ ഏഞ്ചല മെർക്കലിന്റെ ആത്മകഥ ഇറങ്ങിയതിനെ കുറിച്ചുള്ള ഒരു കാര്യം, അതിൽ മോഡിയെ കുറിച്ചൊക്കെ നടത്തിക്കുന്ന പോലെ പരാമർശങ്ങളൊക്കെയാണ്. അവര് ഇപ്പൊ അവിടുത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ അവർ ഹോൾഡ് ചെയ്യുന്നില്ല. ഷീ ഈസ് ദ ഫോമർ
Chancellor of Germany. Currently, she is not holding any governmental or constitutional positions in Germany. So അത് നമുക്ക് ആ ന്യൂസ് ഇഗ്നോർ ചെയ്യാൻ നമുക്ക് വലിയ ആവശ്യമുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ 40 years ആഫ്റ്റർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി യൂണിയൻ കാർബൈഡ് ടോക്സിക് വേസ്റ്റ് എറ്റ് ടു ബി റിമൂവ് എന്നൊരു ന്യൂസ് കാണാം. അതായത് ഗ്യാസ് ട്രാജഡി, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അവിടെ ടോക്സിക് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ അവിടുത്തെ മധ്യപ്രദേശ് ഗവൺമെന്റിനോ കഴിഞ്ഞിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റ് അതിന് വേണ്ടിയുള്ള ഫണ്ടിങ് കൊടുത്തിട്ട് പോലും ഇതുവരെയും കോർട്ടിന്റെ ഡയറക്റ്റീവ് ഉണ്ടായിരുന്നിട്ട് പോലും ഇതുവരെയും അതിന് കഴിഞ്ഞിട്ടുള്ളതാണ്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നിങ്ങൾക്ക് അറിയാം. യൂണിയൻ കാർബൈഡ് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയുടെ പ്ലാന്റിൽ നിന്ന് 1984 മീഥൈൽ ഐസോസൈനൈഡ് എന്ന് പറഞ്ഞൊരു സംഭവം ലീക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിക്കുന്നു. അതാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഭോപ്പാലിലാണ് അത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ന്യൂ HIV ഇൻഫെക്ഷൻസ് ഡിക്ലൈൻഡ് 44% in 2023. AIDS related deaths down 79%. Says Nadda നിങ്ങൾക്ക് അറിയാം, JP Nadda. He is the health minister of India. So yesterday was world AIDS Day, International AIDS Day December 1st ആയിരുന്നു. അപ്പോൾ അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എയ്ഡ്സിലെ ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യക്ക് വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എയ്ഡ്സ് പ്രിവലൻസ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സെന്റർ വർക്കിംഗ് ഓൺ നാഷണൽ പോളിസി ഡോക്യുമെന്റ് ഓൺ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നൊരു സംഭവം കാണാം. ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ LFP ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അപ്പൊ അത് ഇന്ത്യയിൽ ഭയങ്കര കുറവാണ്. അപ്പൊ അത് കൂട്ടാൻ വേണ്ടി ഗവൺമെന്റ് കുറെ നടപടികൾ എടുക്കാൻ പോകണം. അത് ആക്ച്വലി ഒരു പോളിസി ഡോക്യുമെന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് പഠിക്കൊന്നും വേണ്ട. അതിനടുത്ത പേജ് ബിസിനസ് പേജ്. അത് ഇന്നില്ല, മൺഡേയിൽ ബിസിനസ് പേജ് കാണൂല ഹിന്ദുവില്, അത് നിങ്ങൾക്ക് അറിയാം. അതിനടുത്ത പേജ് വേൾഡ് പേജില് പഠിക്കാനുള്ളത് ഒരു കാര്യം, സിറിയ ബഷർ അൽ അസാദ് ആണ് സിറിയയുടെ പ്രസിഡന്റ്. ബഷർ അൽ അസാദ് ഇന്ത്യയുടെ ഒരു ഫ്രണ്ട് ആണ് ഇവര്, പ്രത്യേകിച്ച് ഈ പ്രസിഡന്റ് ബഷർ അൽ അസാദ്. ഇദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടി പണ്ട് വലിയ പ്രശ്നങ്ങൾ നടന്നതാണ്. അന്നാണ് അവിടെ IS സിറിയയിൽ ശക്തി പ്രാപിക്കുന്നതൊക്കെ. പക്ഷെ റഷ്യയുടെയൊക്കെ സഹായത്തോടു കൂടി IS-നെ അടിച്ചമർത്തി ബഷർ അൽ അസാദ് അവിടെ ഭരണം നിലനിർത്തി. പക്ഷെ വീണ്ടും അവിടെ റബൽസ്, അവിടെ സിറിയയിലെ ഏറ്റവും വലിയ സിറ്റി ഡമാസ്കസ് ആണ്. സിറിയയുടെ ക്യാപിറ്റലാണ് ഡമാസ്കസ്, സിറിയയുടെ ക്യാപിറ്റലാണ്. സെക്കൻഡ് ബിഗസ്റ്റ് സിറ്റി ഈസ് ആലപ്പോ. നൗ ആലപ്പോസ് കൺട്രോൾ വാസ് ടേക്കൺ ഓവർ ബൈ റബൽസ്. അത് ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ബഷർ അൽ അസാദ് എന്ന് പറഞ്ഞ പ്രസിഡന്റിന്. അപ്പൊ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി ആലപ്പോയിൽ, സിറിയയുടെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയിൽ. അത് അറിഞ്ഞിരിക്കുക. പിന്നെ ട്രംപ് ബ്രിക്സ് നേഷൻസിനോട് പറഞ്ഞേക്കുന്നത്, ബ്രിക്സ് നേഷൻസ് നമുക്കറിയാം, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, UAE, എത്യോപ്യ ഒക്കെ ചേർന്നതാണ് ബ്രിക്സ്. ഡോളറിനെ അണ്ടർമൈൻ ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് ബ്രിക്സ് കറൻസി കൊണ്ടുവന്നാൽ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ എക്കണോമിക് സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നതാണ് ട്രംപ് പറഞ്ഞേക്കുന്നത്. ഡോളറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രിക്സ് കറൻസി കൊണ്ടുവരാൻ ഇപ്പൊ ബ്രിക്സിന്റെ മീറ്റിംഗ് റഷ്യയിലെ കസാൻ സിറ്റിയിൽ വെച്ച് നടന്നപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രപ്പോസ് ചെയ്യുകയും ഇന്ത്യയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനാണ് ട്രംപ് വിമർശിച്ചേക്കുന്നത്. ഇത്രയാണ് അവിടെ. ഇതിന് തൊട്ടുമുമ്പത്തെ പേജ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ത്യയില് ഇപ്പൊ നടന്ന സയ്യദ് മോഡി ഇന്ത്യ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ്, ഞാൻ സയ്യദ് മോഡി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ കാര്യം ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു. അത് ഫീമെയിൽ ടൈറ്റിൽ PV സിന്ധു വിൻ ചെയ്തു, മെയിൽ ടൈറ്റിൽ ലക്ഷ്യ സെൻ വിൻ ചെയ്തു, ഡബിൾസ് ടൈറ്റിൽ മലയാളിയായ ട്രീസ ജോളി, ഗോപിചന്ദിന്റെ മകൾ ഗായത്രി ഗോപിചന്ദ് എന്നിവർ ചേർന്ന് നേടി. അപ്പം മെയിൽ ടൈറ്റിൽ ലക്ഷ്യ സെൻ, ഫീമെയിൽ ടൈറ്റിൽ PV സിന്ധു, ഡബിൾസ് ടൈറ്റിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ്. പിന്നെ ഡിങ് ലറനും ഗുഗേഷും തമ്മിലുള്ള വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോഴും ഡ്രോയിൽ അവസാനിച്ചു. ഇനി മാച്ചസ് ഉണ്ട്. പിന്നെ ഖത്തറിൽ നടന്ന ഖത്തർ ഗ്രാൻഡ് പ്രിക്സ് F1 റേസ് മാക്സ് വെർസ്റ്റപ്പൻ വിൻ ചെയ്തു, റെഡ് ബുള്ളിന്റെ ഡ്രൈവർ. അതുപോലെ ജയ് ഷാ അമിത്ഷായുടെ മകനാണ് ജയ് ഷാ, ICCയുടെ പുതിയ ചെയർമാനായി. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായ് ആണ്. ICCയുടെ പുതിയ ചെയർമാൻ ജയ് ഷാ. പിന്നെ ചെസ്സില് 2800 എലോ പോയിന്റ്സ്, ചെസ്സിന് കിട്ടുന്ന പോയിന്റ്സിനാണ് എലോ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. ചെസ്സില് 2800 എലോ പോയിന്റ്സ് നേടുന്ന രണ്ടാമത്തെ താരമായി ഇന്ത്യയുടെ അർജുൻ എരിഗാസി മാറി. ആദ്യത്തെ താരം വിശ്വനാഥൻ ആനന്ദാണ്. അർജുൻ എരിഗൈസി എന്നാണ് അയാളുടെ പേര്. ഇന്ത്യയുടെ നമ്പർ 1 ചെസ് പ്ലെയർ അർജുൻ എരിഗൈസിയാണ്.
ഓക്കെ. നിലവിൽ വിശ്വനാഥൻ ആനന്ദാണ് ആദ്യമായിട്ട് 2800 എലോ പോയിന്റ്സ് നേടിയ ഇന്ത്യൻ ചെസ് പ്ലെയർ. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പിന്നെ സയ്യദ് മുഷ്താഖ് അലി ട്രോഫി, T20 സയ്യദ് മുഷ്താഖ് അലി ട്രോഫി നടന്നുകൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇന്ന് അത്രയും നമുക്ക് ഡിസ്കസ് ചെയ്യാവുള്ളൂ. അപ്പം വീണ്ടും നാളെ കാണാം. താങ്ക് യു സോ മച്ച്.